എൻ മകച്ചെ നോവൽ. രചന അംബികാസുധൻ മാങ്ങാട്. ശബ്ദം നൽകുന്നത് രാജേഷ് കെ പുതുമന. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2020, എ ഡേസി ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. പുരുഷന്റെ കണ്ണുകൾ തുറിച്ചു. അവിശ്വസനീയമായിരുന്നു ആ കാഴ്ച. അയാൾ സംശയിച്ചു, എല്ലാം തന്റെ തോന്നൽ മാത്രമായിരിക്കുമോ? ഒരു സ്വപ്നത്തിലൂടെ കടന്നുപോവുകയാണോ? മടക്കത്തി താഴെയിട്ട് മഞ്ഞച്ച ചൂരൽപ്പൊടിയിൽ മുങ്ങിയ വലങ്കൈ ഉയർത്തി സ്വന്തം നെറ്റിയിൽ അയാൾ ആഞ്ഞൊന്നടിച്ചു. അടിയുടെ ആഘാതത്തിൽ ചിമ്മിപ്പോയ കണ്ണുകൾ മലർക്കമിഴിച്ചു വീണ്ടും നോക്കി. അല്ല, തോന്നലല്ല. മുറ്റത്തിന്റെ അതിരിലെ കൂറ്റൻ ബലീന്ദ്രപ്പാളയുടെ പാലമരത്തിന്റെ ചുവട്ടിൽ സ്ത്രീ അനക്കമറ്റു നിന്നു. പുരുഷന്റെ പ്രതികരണം അറിയാനെന്ന വിധം അയാളുടെ നേർക്കവൾ മുഖം കൂസലില്ലാതെ ഉയർത്തിപ്പിടിച്ചു. എങ്കിലും ഉള്ളിലൊരു കൊടുങ്കാറ്റിന്റെ ആരംഭം അവൾ അനുഭവിച്ചു. കയ്യിലെ പഴന്തുണിയിൽ ചുരുണ്ടു കിടന്ന് ഉറക്കത്തിലാണ്ട കുഞ്ഞിനെ സധൈര്യം അവൾ ഉറ്റുനോക്കി. വീണ്ടും മാറോട് ചേർത്തു. ഭൂകമ്പം എന്തുണ്ടായാലും താൻ ഒട്ടും പതറിപ്പോവുകയില്ലെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. വർദ്ധിച്ച ആശ്ചര്യത്തോടെ വാ പൊളിച്ച പുരുഷൻ സ്ത്രീ നെഞ്ചേറ്റിയ തുണിപ്പൊതിയിലേക്ക് ഒന്നുകൂടി നോക്കി. മനുഷ്യശിശു തന്നെയാണോ? അതോ കാട്ടിലെ ഏതെങ്കിലും മൃഗത്തിന്റെ കുഞ്ഞിനെ കൊണ്ടുവരികയാണോ? സ്ത്രീ മുറ്റത്തേക്ക് കയറി. പുരുഷന് ബോധ്യമായി, മനുഷ്യക്കുഞ്ഞ് തന്നെ. ഈ കൊടുങ്കാട്ടിൽ എങ്ങനെ കുഞ്ഞു വന്നു? ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി? വല്ലവരും കൊണ്ടുവന്ന് കളഞ്ഞതായിരിക്കുമോ? പെട്ടെന്ന് പുരുഷന്റെ ആശ്ചര്യത്തിലേക്ക് ദേഷ്യം ഇരമ്പിക്കയറി. തുറന്ന വായ ഏതാണ്ട് മടഞ്ഞു. ചുണ്ടുകൾ ഇരുവശത്തേക്കും നീണ്ടു വലിഞ്ഞു. എവിടെ കിടന്നതായാലും ഇവൾ എന്തിനാണ് നെഞ്ചോട് ചേർത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്? സ്ത്രീ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചെടുക്കാതെ അയാൾ നിലത്തു വീണ കത്തി തപ്പിയെടുത്ത് ചാടി എണീറ്റു. മൂർച്ചക്കത്തി അവളുടെ നേർക്ക് നീട്ടി രോഷത്തോടെ മുരണ്ടു. നിൽക്കവിടെ! എങ്ങോട്ടാണ് നീ കയറി വരുന്നത്? ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. പരിഭ്രമം പുറത്തു കാണിക്കാതെ അവൾ നിന്നു. ചുണ്ടിൽ വിളറിയ ഒരു ചിരി കത്തിച്ചു പിടിച്ചു. പക്ഷേ ആ ചിരി, തന്നെ നിസ്സാരനാക്കുന്ന, അവഗണിക്കുന്ന ആ ചിരി അയാളെ കൂടുതൽ ക്രുദ്ധനാക്കി. കത്തി ഭീഷണമായി ചലിപ്പിച്ച് പുരുഷൻ ആജ്ഞാപിച്ചു, അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വാ. ദാ ആ കോടങ്കി ഏരി തോട്ടിലോട്ടെറിഞ്ഞോ, നല്ല വെള്ളമുണ്ട്, ഒഴുകിപ്പൊക്കൊള്ളൂ. വലതുഭാഗത്തെ കൊടുങ്കാട്ടിലേക്ക് കത്തി ചൂണ്ടി അയാൾ തുടർന്നു. അല്ലെങ്കിൽ അവിടെയുള്ള പൂച്ചപ്പാതാളത്തിൽ എറിയും, വീഴുന്ന ശബ്ദം പോലും കേൾക്കില്ല, അത്ര ആഴമുള്ളതാ. 10-15 കൊല്ലം കൂടെ കിടന്ന പുരുഷന്റെ വിശ്വരൂപം കണ്ട് അവൾ അന്തിച്ചു. ഇങ്ങനെ ക്രൂരനായ ഒരു മനുഷ്യൻ ഇത്ര നാളും എവിടെയാണ് താൻ അറിയാതെ മറഞ്ഞിരുന്നത്? ഉള്ളിലാളിയ ദേഷ്യത്തെ പ്രകടിപ്പിക്കാതെ തുണിപ്പൊതി അല്പം നീട്ടിപ്പിടിച്ച് അങ്ങേയറ്റം യാചനയോടെ അവൾ പറഞ്ഞു, ഇത് ചത്തതല്ല, ഇതിന് ജീവനുണ്ട്. അത് കേട്ടപ്പോൾ അയാളുടെ ക്രൗര്യം ഒന്നുകൂടി വർദ്ധിച്ചു. വല്ലാതെ വളിച്ചൊരു ചിരിയാൽ മുഖത്തെ അലങ്കരിച്ച് പരിഹാസവും ക്രോധവും കൂട്ടിക്കലർത്തി അയാൾ ചുണ്ടു പിളർത്തി. ഓ, ചത്തിട്ടില്ല. എന്നാ എവിടെയെങ്കിലും കൊണ്ടുപോയി നീ തീറ്റിപ്പോറ്റ്. പക്ഷെ ഇവിടെ വേണ്ട. ആ ജന്തുവിനെയും കൊണ്ട് വേഗം പടിയിറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. അവൾ വിളറിയ ചിരി ചിരിച്ചു. ഞാനിവിടെ പോകാൻ? നമ്മുടെ വീട് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു വേറെ സ്ഥലം അന്വേഷിക്കണം? ഭയം വിന അവൾ 2 അടി മുന്നോട്ട് വെച്ചു. പെട്ടെന്നൊരു ഭീരുവിനെ പോലെ പുരുഷൻ പിന്നോക്കം ചുവടുകൾ വെച്ചു. കത്തി നീട്ടി. വേണ്ട വേണ്ട എന്ന് ഭീഷണിപ്പെടുത്തി. വരാന്തയിൽ കയറി നിന്ന് ഭീഷണി തുടർന്നു. സ്ത്രീ വരാന്തയിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ അയാൾ മുറിയിൽ ഓടിക്കയറി വാതിലടച്ചു. വരാന്തയിൽ കുഞ്ഞിനെ കിടത്താൻ തുടങ്ങിയ സ്ത്രീയുടെ നേർക്ക് ജനലഴികൾക്കിടയിലൂടെ അയാൾ കത്തിമുന നീട്ടി. കൊന്നുകളെ ഞാൻ! അതിനെ മാത്രമല്ല, നിന്നെയും ഞാൻ കൊല്ലും. വേഗം ഇറങ്ങിപ്പോകുന്ന നല്ലത്. പുരുഷന്റെ വാക്കുകളെ പാടെ അവഗണിച്ച് അവൾ നിലത്ത് തുണി വിരിച്ച് കുഞ്ഞിനെ കിടത്തി. മൺകൂജയിൽ നിന്നും ഒരു ചെറിയ മുരുടയിൽ വെള്ളം നിറച്ച് കുഞ്ഞിനരികിൽ പടിഞ്ഞിരുന്നു. ഉറക്കമുണർന്ന കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി ചുണ്ടു പിളർത്തിപ്പിടിച്ച് വെള്ളം വായിലെറ്റിച്ചു. ഏതാനും തുള്ളികൾ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയി. പിന്നെ വെള്ളം കവിളിലൂടെ പുറത്തേക്കൊലിക്കാൻ തുടങ്ങി. ചുറ്റും കണ്ണോടിച്ച് ശരീരമാകെ വിറപ്പിച്ച് കുഞ്ഞ് കരയുവാൻ വാ പിളർത്തിക്കൊണ്ടിരുന്നതല്ലാതെ നിലവിളിയുടെ ശബ്ദം പുറത്ത് കേൾക്കാനുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ചെറിയൊരു കറകറ ശബ്ദം മാത്രം ഉതിർന്നു. സ്ത്രീ കുഞ്ഞിനെ പരിചരിക്കുന്നത് വെറുപ്പോടെ അയാൾ നോക്കി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം
അന്യമായൊരു ഈണത്തിൽ Sample complete. Ready to continue?